2026 ഏപ്രിൽ 1 കണ്ട ഫേസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോണേ. ക്വസ്റ്റ്യൻ ഇതാണ്: നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഏക വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ക്രിസ്റ്റീന കോച്ച്. ക്രിസ്റ്റീന കോച്ച് ആണ് നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഏക വനിതാ ബഹിരാകാശ സഞ്ചാരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? എവിടെയാ? മംഗോളിയയാണ് 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത്. മംഗോളിയ. അടുത്ത ക്വസ്റ്റ്യൻ: പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കാനിടയായ സൈനിക നടപടി ആരിൽ നിന്നാണ്? പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഏതാണ് ആ സൈനിക നടപടി? ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് ആണ്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് ആണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കാനിടയായ സൈനിക നടപടി. അടുത്തത്: IPLന്റെ 19 സീസണുകളിലും കളിച്ച ആദ്യ താരം ആരാണ്? IPLന്റെ 19 സീസണുകളിലും കളിച്ച ആദ്യ താരം വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് IPLന്റെ 19 സീസണുകളിലും കളിച്ച ആദ്യ താരം. അടുത്ത ക്വസ്റ്റ്യൻ: പ്രോജക്ട് ആസ്പെയർ പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് പ്രോജക്ട് ആസ്പെയർ പദ്ധതി ആരംഭിച്ചത്. ഇനി അപ്പോൾ ഈ ആസ്പെയർ പദ്ധതിക്ക് പിന്തുണ നൽകുന്നത് ഏത് സംഘടനയാണ്? ഏതായിരിക്കും? നീതി ആയോഗ്. നീതി ആയോഗ് ആണ് ആസ്പെയർ പദ്ധതിക്ക് പിന്തുണ നൽകുന്ന സംഘടന. അപ്പോൾ അടുത്തൊരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ: ആസ്പെയർ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? എന്തായിരിക്കും പ്രധാന ലക്ഷ്യം? സ്റ്റുഡൻറ് ലേണിംഗ് ഇംപ്രൂവ്മെന്റ്. കുട്ടികളുടെ ലേണിംഗ് ഇംപ്രൂവ് ആക്കുക എന്നുള്ളതാണ് ആസ്പെയർ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി AI ചിപ്പുകൾക്കായുള്ള സെമി കണ്ടക്ടർ നിർമ്മാണ സംരംഭമായ ടെറാഫാബ് പദ്ധതി ആരംഭിച്ചത് ഇലോൺ മസ്ക് ആണ് AI ചിപ്പുകൾക്കായുള്ള സെമി കണ്ടക്ടർ നിർമ്മാണ സംരംഭമായ ഏതാ? ടെറാഫാബ് പദ്ധതി. ഇത്ര ഓർത്താൽ മതി. ടെറാഫാബ് പദ്ധതി ആരംഭിച്ചത് ആരാണ്? ഇലോൺ മസ്ക് ആണ്. ഇനി 2026 മാർച്ചിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം. 2026 മാർച്ചിലും കോവിഡ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കയിൽ. അപ്പൊ എന്ന് വന്ന കോവിഡ് അല്ലേ? 2019 വന്നത് ഇപ്പോഴും ഇങ്ങനെ പിന്തുടർന്നു പോന്നു. 2016 മാർച്ചിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം ഏതാണ്? BA.3.2 എന്നാണ്. BA.3.2. ഇനി മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത്? യാനിക് സിന്നർ ആണ് മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത്. അടുത്തത്: സൺഷൈൻ ഡബിൾ നേട്ടം കൈവരിക്കുന്ന ഇദ്ദേഹത്തിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. സൺഷൈൻ ഡബിൾ നേട്ടം കൈവരിക്കുന്ന ആദ്യ പുരുഷ താരം കൂടാണ് ആര്? യാനിക് സിന്നർ. അപ്പൊ യാനിക് സിന്നർ ആരായിരുന്നു? മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ ആണ്. സൺഷൈൻ ഡബിൾ നേട്ടം കൈവരിക്കുന്ന ആദ്യ പുരുഷ താരവും ആര് തന്നെയാണ്? യാനിക് സിന്നർ ആണ്. അടുത്തത്: ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ വിക്ഷേപണ ഡ്രോൺ സംവിധാനം എന്താണ്? വിക്ഷേപണ ഡ്രോൺ സംവിധാനം വായുബാൻ വികസിപ്പിച്ചത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. അപ്പൊ ഒന്നും കൂടി പറയാം: ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ വിക്ഷേപണ ഡ്രോൺ സംവിധാനം വായുബാൻ. സംവിധാനത്തിന്റെ പേരെന്താ? വായുബാൻ. വികസിപ്പിച്ചത് എവിടെ? ഇന്ത്യൻ എയർഫോഴ്സ് ആണ് വികസിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇത്രയാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പഠിച്ചതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനിത് മറന്നുപോയി. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രോജക്ട് ആസ്പെയർ പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഏത് സംസ്ഥാനമാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി: മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? അപ്പോൾ നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. നന്ദി.